ഇന്നൊരു കൊച്ചി ഈവനിങ് വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. 4 മണി ടൈമായി, ചായക്ക് സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനാണ്. എന്താ ചായക്കുള്ളത് ഉണ്ടാക്കി കൊടുക്കുക, കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ടെൻഷനാണ് കേട്ടോ. ഇച്ചുവിനാണെങ്കിൽ ഉറങ്ങി എണീറ്റപ്പോൾ പറഞ്ഞു അമ്മ ചായക്ക് പപ്പ് വേണം പറഞ്ഞു. അപ്പം ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ കുറച്ച് അരിപ്പൊടി ഉണ്ട്, ശർക്കര നോക്കുമ്പോൾ ശർക്കര കഴിയുകയും ചെയ്തിരുന്നു. പിന്നെ എന്താ വെച്ചാൽ പഞ്ചസാര വെച്ചിട്ട് ഇലയട ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു. അപ്പം അതിനുള്ള മാവൊക്കെ റെഡിയാക്കി. പിന്നെ ഞാനും അവനും കൂടിയിട്ട് ഇല വെട്ടാൻ പോയിട്ടോ. ഞാൻ എവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അവനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇലയൊക്കെ വെട്ടി വന്ന് കുറച്ച് തേങ്ങയൊക്കെ ചിരവി ഇലയടയ്ക്കുള്ള ഫില്ലിങ്ങിന് തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ട് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അട വേവിക്കാൻ വേണ്ടിയിട്ട് ഇഡലി തട്ടിൽ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. ശേഷം പിന്നെ ഞാൻ മാവ് പരത്തിയതിലേക്കുള്ള ഫില്ലിങ്ങൊക്കെ വെച്ച് കുറച്ച് ഇലയടയൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അടയ്ക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇഡലി തട്ടും വെച്ചിട്ട് അതിലേക്ക് വെച്ചു കേട്ടോ. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അട തന്നെ തിന്നായിട്ടാണ് പരത്തിയിട്ടുണ്ടായിരുന്നത്, കട്ടിയില്ലാതെ. അപ്പോൾ അവർക്ക് കഴിക്കാനും വേഗം ഉണ്ടല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റും ആയിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം ആക്കി അവർക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ അവരുടെ ചേച്ചി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞ് ഒരു വിശപ്പാണല്ലോ സ്കൂൾ വിട്ട് വരുമ്പോൾ. അപ്പോൾ 2 പേരും കൂടെ ഇരുന്ന് കഴിക്കട്ടെ. രണ്ടാൾക്കും നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു കേട്ടോ.